വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് കഥ തുടരാം. അതിനു മുമ്പ് ഇതൊരു റൊമാൻറ്റിക് പാർട്ടാണ്. മോശമായ കമൻറ്റുകളും ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഥ തുടരാം. ബംഗ്ലാവിന് മുന്നിലെത്തിയ ദർശ് പെട്ടെന്നിറങ്ങി. എന്നിട്ട് അവൻ വേഗം അകത്തേക്ക് പാഞ്ഞു. വേദ എവിടെയാണ് എന്നറിയാനുള്ളൊരു വ്യഗ്രതയായിരുന്നു അവനിൽ. ഹാളിൽ അവളെ കാണാത്തതിനാൽ തന്നെ അവൻ വേഗം മുകളിലുള്ള റൂമിലേക്ക് ചെന്നു. അകത്തേക്ക് കയറിയതും അവൻ ഞെട്ടിപ്പോയി. റൂമിലെ സകലമാന സാധനങ്ങളും അവൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഒപ്പം കട്ടിലിലെ മുട്ടിലേക്ക് തല ചായ്ച്ച് അമർന്നിരിക്കുകയാണ് അവൾ. അത് കണ്ടതും ദർശ തന്റെ ദേഷ്യം മറന്നോടി അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അടുത്തായിരുന്നു. വേദ, എന്താ പറ്റിയത്? ദർശ വിളിക്കുന്നത് കേട്ട് വേദ തല ഉയർത്തി നോക്കി. അവളുടെ മുഖം കണ്ടതും ദർശന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കരഞ്ഞു ചുവന്ന കണ്ണുകൾ, മുഖം ആകെ വാടിയിരിക്കുന്നതും അതുകൂടെ കണ്ടതും അവൻ മറ്റൊന്നും ആലോചിക്കാതെ അവളുടെ മുഖം കൈകളിലെടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ നീ കരഞ്ഞത്? എന്താ പറ്റിയത്? ഓഹോ, ഇപ്പോഴാണോ എന്നെ കണ്ടത്? അവൾമാരുടെ കൂടെ നിന്നപ്പോ എന്നെ കണ്ടില്ലേ? അവൾ ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു. വേദ തന്റെ മനസ്സിലെ വിഷമത്തിൽ അവനോട് എന്താണ് പറയുന്നതെന്നോ ഒന്നും അവൾക്കപ്പോൾ മനസ്സിലാകുന്നില്ലായിരുന്നു. അവൾക്ക് ദേഷ്യമല്ലാതെ മറ്റൊന്നും അപ്പോൾ തോന്നിയുമില്ല. തന്റെ വാക്കുകൾ ദർശിനെ എത്രമേൽ വേദനിപ്പിക്കുന്നു എന്നും. എന്നാൽ വേദയുടെ ഉള്ളറിയാതെ ദർശ അപ്പോൾ ചിന്തിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. അവൾ തന്നെ ഇപ്പോഴും മോശമായി തന്നെയാണ് കണ്ടത് എന്നവളിന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ സൗമ്യമായി, വേദ, നിനക്ക് എന്താണ് പറ്റിയത്? എന്തിനാ ഈ ദേഷ്യം? ദർശി ശബ്ദം താഴ്ത്തി ചോദിച്ചു. പക്ഷേ വേദയുടെ മുഖത്ത് ഒരു വികാരമില്ലാത്ത മട്ട്. അവൾ അങ്ങോട്ട് നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു, എനിക്ക് ദേഷ്യമൊന്നുമില്ല. അവളുടെ ആ നിസ്സംഗത ദർശന്റെ ഉള്ളിലെ ദേഷ്യം ആളിക്കത്തിച്ചു. അവളോട് ഉറക്കെ സംസാരിക്കാൻ തോന്നിയെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. ദർശന്റെ ആ മൗനത്തെ പക്ഷേ വേദ പുച്ഛത്തോടെയായിരുന്നു നേരിട്ടത്. എന്തൊക്കെ ചേട്ടാ, ദേഷ്യവും കൺട്രോൾ ചെയ്യുന്നോ? ദേഷ്യം വരുന്നെങ്കിൽ അത് പുറത്ത് കാണിച്ചൂടെ? അവൾ ചോദിച്ചപ്പോൾ ദർശ് ദീർഘനിശ്വാസം എടുത്തു. വേദയുടെ ദേഷ്യത്തെക്കാൾ അവന് പേടി തോന്നിയത് അവൾ കാണിച്ച എടുത്തുചാട്ടമായിരുന്നു. അവൻ സാവധാനം അവളുടെ മുഖം തന്റെ കൈകളിലാക്കി. ആ കണ്ണുകളിലെ സങ്കടം കണ്ടപ്പോൾ അവന്റെ ദേഷ്യവും അലിഞ്ഞു പോയിരുന്നു. വേദ, നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാരും അറിയാതെ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോന്നത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അത് ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ. അവന്റെ സംസാരത്തിൽ, അവന്റെ ശബ്ദത്തിൽ ആകുലത നിറഞ്ഞിരുന്നു. അത് കേട്ടതും വേദയുടെ ഉള്ളിലെ സങ്കടം പൊട്ടിത്തെറിയായി മാറി. അവൾ ദർശന്റെ കൈകൾ തട്ടി മാറ്റിയിട്ട് ചോദിച്ചു, എനിക്ക് എന്തു പറ്റിയാലും അത് കിച്ചേട്ടനെ ബാധിക്കില്ല, പോരെ? അത്രയും പറഞ്ഞ ദേഷ്യത്തിൽ അവൾ തന്റെ വസ്ത്രങ്ങളൊക്കെയുമായി ബാത്റൂമിലേക്ക് കയറിപ്പോയി. ദർശാണെങ്കിലോ അവളുടെ പ്രവൃത്തിയിൽ ആകെ വല്ലാതെയായി. അവൻ എന്ത് ചെയ്യണമെന്ന് പറയാനും പറ്റിയില്ല. അവന്റെ മുഖത്ത് ഒരുതരം ഭാവങ്ങളൊന്നുമില്ലായിരുന്നു. എങ്കിലും അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതേ സമയം ബാത്റൂമിൽ കയറിയ വേദ ഷവറിന്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. അവളുടെ ഉള്ളിൽ ദേഷ്യം മാത്രമായിരുന്നു ആ നിമിഷങ്ങളിൽ ഉണ്ടായിരുന്നത്. ദർശന്റെ കണ്ണുകൾ, അവന്റെ ശ്രദ്ധ മറ്റു പെൺകുട്ടികളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടോ സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു വേദയ്ക്ക്. അവൻ മോശമായി അവരെ കാണില്ല എന്നറിഞ്ഞിട്ടു. അവളുടെ മാറ്റങ്ങൾ അതെന്താണെന്ന് മനസ്സിലായില്ല. മാത്രമല്ല, അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതും അവന് മനസ്സിലായിട്ടില്ല. ഒപ്പം അവൾക്ക് കിട്ടാത്ത അറ്റൻഷൻ മറ്റാളുകളിലേക്ക് പോകുന്നു എന്ന ചിന്തയിൽ അവളെ വല്ലായ്മയുണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് അവൾ എന്താണ് പറഞ്ഞതെന്നും അത് ദർശിനെ എത്രമേൽ വേദനിപ്പിച്ചു എന്നൊന്നും അവൾ ആ സമയം ചിന്തിക്കാതെ ഇരുന്നത്. കുളിയെല്ലാം കഴിഞ്ഞ് തിരികെ എത്തിയ വേദ കാണുന്നത് ബെഡ്റൂമെല്ലാം ശരിയാക്കി അവിടെ ഇരിക്കുന്ന ദർശനെയാണ്. അത് കണ്ടതും വേദ ഒന്ന് വല്ലാതെയായി. കാരണം ആ റൂമിൽ അവൾ ഉണ്ടാക്കി എല്ലാ നാശങ്ങളും ഇപ്പോഴവിടെയില്ല. എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചിറങ്ങിയ വേദയെ ഒന്ന് നോക്കിയിട്ട് ദർശൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വേദ പക്ഷെ അവനോട് എന്തോ സംസാരിക്കാനായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദർശന്റെ പ്രവൃത്തി അവളെ ആകെ വേദനിപ്പിച്ചു. എന്നാലും സമയം ഒരുപാട് കഴിയാതെ അവൾ വേഗം റെഡിയായി തന്റെ മുടി ഉണക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ വാതിലിനടുത്തേക്കായിരുന്നു. അവനൊന്ന് കയറി വന്നിരുന്നെങ്കിൽ എന്ന് അത്രമേൽ വേദയും ആഗ്രഹിച്ചിരുന്നു.
പക്ഷെ ദർശന് പകരം അവരുടെ സെർവന്റ് ആയിരുന്നു അകത്തേക്ക് കയറി വന്നത്. വന്ന ഉടനെ അവർ അവളോട് പറഞ്ഞു, മാഡം സർ വിളിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ. അത്രയും പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. വേദയ്ക്ക് പക്ഷെ അത് വല്ലാത്ത വിഷമമുണ്ടാക്കി. എന്നാലും ദർശനെ കാണാനുള്ള ആഗ്രഹത്തിൽ അവൾ വേഗം ഹാളിലേക്ക് ചെന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ദർശി തന്നെ നോക്കുന്നില്ല എന്ന് കണ്ട വേദയുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞുപോയി. അതിനാൽ തന്നെ കഴിക്കാൻ നിൽക്കാതെ വേദ തന്റെ റൂമിലേക്ക് കയറിപ്പോയി. കഴിച്ചുകൊണ്ടിരുന്ന ദർശ് കഴിക്കാൻ പോലും ശ്രമിക്കാതെ പോകുന്ന വേദയെ നിർവികാരമായി നോക്കിക്കൊണ്ട് അവൻ കഴിക്കാൻ തുടങ്ങി. ഇതേ സമയം റൂമിൽ കയറിപ്പോയ വേദ ബെഡിലേക്ക് കിടന്ന് ഏങ്ങിക്കരയുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ ബെഡിലേക്കിരുന്നു. അവൾക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ വെള്ളം കുടിക്കാനായി എഴുന്നേക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൻ അകത്തേക്ക് കയറി വരുന്നത് വേദ കണ്ടത്. പെട്ടെന്ന് അവൾ തന്റെ മുഖം താഴ്ത്തി അവിടെയിരുന്നു. ദർശ് അവൾക്ക് മുന്നിലേക്ക് വന്നു. എന്നിട്ട് അവളെ ബെഡിലേക്ക് ഇരുത്തിയിട്ട് കയ്യിലായി കരുതിയ ഭക്ഷണം കഴിപ്പിക്കാനും തുടങ്ങി. വേദ അവൻ നൽകുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ആകെ നിർവികാരമായി നോക്കുന്ന ആ മുഖത്ത് തന്നെയായിരുന്നു. അതിന് ഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് അവന്റെ കൈകളിലേക്ക് വീണു. ആ കണ്ണുനീരിന്റെ ചൂട് തന്റെ കയ്യിൽ തട്ടിയതും ദർശന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവൻ പെട്ടെന്ന് അവളുടെ മുന്നിൽ നിന്നും കണ്ണുകൾ മാറ്റാൻ എന്ന പോലെ ഫുഡ് പ്ലേറ്റുമായി പുറത്തേക്കും പോയി. ആ നിമിഷങ്ങളിലെല്ലാം തന്നെ വേദ അക്ഷരാർത്ഥത്തിൽ കരയുകയായിരുന്നു. തിരികെ റൂമിലേക്ക് കയറി വന്ന ദർശന്റെ അരികിലേക്ക് വന്നു നിന്നു വേദ. എന്നിട്ട്, സോറി. എന്തിനാ വേദ, നീ പറഞ്ഞത് ശരിയാ. ഞാൻ എല്ലാ പെണ്ണും. ബാക്കി പറയാനാകാതെ അവൻ വല്ലാതെ ആയിപ്പോയി. എന്നിട്ടും ദർശ തുടർന്നു, ഞാൻ നിന്നെ അർഹിക്കുന്നില്ല വേദ. അവന്റെ ആ വാക്കുകളിൽ വേദ തകർന്നുപോയി. ചേട്ടാ സോറി. ഞാൻ ദർശന്റെ മുഖത്ത് വേദന നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതും വേദ മറ്റൊന്നും ആലോചിക്കാതെ അവനോട് തന്നെ മനസ്സ് തുറന്നു. എന്നെ സ്വന്തമാക്കിക്കൂടെ? എന്തിനു വേണ്ടി എന്നെ മാറ്റി നിർത്തുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ നോവിക്കുന്നത്? വേദയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ബാക്കി പറയാനാകാതെ അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്ന് ദർശ അവളുടെ കൈകളിൽ മുറുക്കെ പിടിച്ച് തനിക്ക് നേരെ നിർത്തി. എന്നിട്ട്, വേദ നീ എന്താ പറഞ്ഞത്? പറയില്ല. അവൾ നിഷേധമായി തലയാട്ടിക്കൊണ്ടിരുന്നു. ഉള്ളിലപ്പോൾ പരിഭവമായിരുന്നു മുന്നിട്ട് നിന്നത്. അതറിഞ്ഞിട്ടും അവൻ അവളോട് പറഞ്ഞു, വേദ, തോറ്റവനാണ് ഞാൻ. എനിക്ക് നിന്റെ മുന്നിൽ ജയിക്കാൻ കഴിയില്ല വേദ, പ്ലീസ്. ദർശന്റെ വാക്കുകളിൽ തങ്ങി നിന്ന ആഴമേറിയ വേദന വേദയുടെ ഉള്ളിൽ ഒരു നോവായി പടർന്നു. അവൾക്ക് വേണ്ടി മാത്രം അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും ഉള്ളിലൊതുക്കിയ മൗനങ്ങളും തിരിച്ചറിഞ്ഞ നിമിഷം അവളിലെ വാശികളെല്ലാം ആവിയായിപ്പോയി. അതിനു പകരം അവനോടുള്ള തീർത്താത്ത പ്രണയവും അവനെ ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹവും മാത്രമായി അവളിൽ. അവൾ പതിയെ ദർശന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. തുറന്ന ഷർട്ടിന്റെ ബട്ടറുകൾക്കിടയിലൂടെ അവന്റെ നെഞ്ചിന് ചൂട് അവളിലേക്കേറ്റു. തന്റെ പ്രണയവും ആശ്വാസവും മുഴുവൻ പകരാൻ എന്ന പോലെ വിറയ്ക്കുന്ന ചുണ്ടുകൾ അവൾ അവന്റെ നെഞ്ചിലെ ആ നഗ്നതയിൽ അമർത്തി. ആ സ്പർശനം ദർശന്റെ ഉള്ളിലൊരു സ്ഫോടനമുണ്ടാക്കി. അവൻ കണ്ണുകൾ മുറുക്കെ അടച്ചു. അവളുടെ ചുണ്ടുകളുടെ ആ മൃദുലമായ സ്പർശനം അവൻ തന്റെ നെഞ്ചിൽ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞു. നിമിഷങ്ങൾ മരവിച്ചു പോയതുപോലെ തോന്നി ദർശന്റെ ആ സമയം. അവന്റെ ശ്വാസം വേഗത്തിലായി. അവൻ പതിയെ തന്റെ കൈകൾ കൊണ്ട് വേദയുടെ അരക്കെട്ടിലൂടെ കോർത്തു അവളെ അനായാസം ഉയർത്തിയെടുത്തു. തന്നോട് ചേർന്ന് നിൽക്കുന്ന അവളുടെ മുഖം അവൻ തന്റെ കൈകൾക്കിടയിൽ കോരിയെടുത്തു. പ്രണയത്തിന്റെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നു. ആ ചുംബനത്തിൽ നിറഞ്ഞിരുന്ന പ്രണയത്തിന്റെ ആഴം വേദയെ പൂർണ്ണമായി ലഹരിയിലാഴ്ത്തി. അവൾ അവനെ കൂടുതൽ ദൃഢമായി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും അകന്ന് ആ നിമിഷത്തിന്റെ തീവ്രതയിൽ അവർ രണ്ടുപേരും ഒന്നായി ലയിച്ചു ചേർന്നു. ദർശന്റെ കൈകളിൽ സുരക്ഷയായിരുന്ന വേദയെ അവൻ കോരിയെടുത്ത് പതിയെ ബെഡിലേക്ക് ചേർത്ത് കിടത്തി. വായുവിൽ പ്രണയത്തിന്റെ മണം നിറഞ്ഞു നിന്നു. അവരുടെ ശ്വാസഗതികൾ തമ്മിൽ ഇടകലർന്ന് ഇരുവർക്കും അപ്പുറം ലോകത്ത് മറ്റൊന്നുമില്ലാത്ത അവസ്ഥ. വേദയുടെ കണ്ണുകളിലെ പ്രണയവും
ദർശന്റെ നോട്ടത്തിലെ തീക്ഷ്ണമായ പ്രണയവും ആ നിമിഷത്തെ കൂടുതൽ ദൃഢമാക്കി. ദർശപതി അവളുടെ ഓരോ ഇഞ്ചിലും തന്റെ വിരലുകൾ കൊണ്ട് മന്ത്രങ്ങൾ കോരിയിട്ടു. അവന്റെ ഓരോ സ്പർശനവും വേദയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി. അവൻ അവളുടെ മുടിയിഴകളെ മെല്ലെ തഴുകി തന്റെ മുഖം അവളുടെ കഴുത്തിൽ ചുവട്ടിൽ ചേർത്തു. അവന്റെ ശ്വാസം അവിടെ തട്ടിയപ്പോൾ വേദയുടെ ശരീരം അറിയാതെ ഒന്ന് വിറച്ചു. അവളുടെ ആ വിറയൽ തിരിച്ചറിഞ്ഞ ദർശ അവളുടെ അരക്കെട്ടിനെ തന്റെ കൈകൾ മുറുക്കി അവളെ തന്നിലേക്ക് കൂടുതൽ ആഴത്തിൽ ചേർത്ത് വെച്ചു. അവരുടെ ചുണ്ടുകൾ തമ്മിൽ വീണ്ടും കോർത്തു. അതൊരു ചുംബനം മാത്രമായിരുന്നില്ല, മറിച്ച് വർഷങ്ങളുടെ കാത്തിരിപ്പും പ്രണയവും ആ നിമിഷത്തിൽ അവർ പരസ്പരം കൈമാറുകയായിരുന്നു. വസ്ത്രങ്ങളുടെ തടസ്സങ്ങളില്ലാതെ ശരീരം കൊണ്ട് അവർ ഒന്നായ ആ നിമിഷം ആ മുറിയിലെ ഇരുട്ടിനേക്കാൾ തീവ്രമായിരുന്നു അവരുടെ പ്രണയം. വേദയുടെ ചെറിയ പിടച്ചിലുകളെ അവൻ തന്റെ മൃദുവായ തലോടൽ കൊണ്ട് ആശ്വസിപ്പിച്ചു. ഓരോ ചലനത്തിലും പ്രണയം അലയടിച്ചുകൊണ്ടിരുന്നു. ദർശന്റെ ചലനങ്ങൾ വേഗമേറിയതും വേദ അവനിൽ പൂർണ്ണമായി ലയിച്ചു ചേർന്നു. അവളുടെ ഉള്ളിലെ എല്ലാ ഭയങ്ങളും സങ്കടങ്ങളും ആ നിമിഷത്തിൽ മാഞ്ഞുപോയി. വെറും ശരീരങ്ങളുടെ കൂടിച്ചേരലായിരുന്നില്ല അത്, മറിച്ച് രണ്ടാത്മാക്കൾ തങ്ങളുടെ പ്രണയത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന നിമിഷമായിരുന്നു. ആ രാത്രിയിൽ ആ മുറിയിൽ അവർ പരസ്പരം പകർന്നു നൽകിയ സ്നേഹത്തിന്റെ ചൂട് അത്രമേൽ തീക്ഷ്ണമായിരുന്നു. തുടരുന്നു. അപ്പോൾ നമ്മുടെ വേദിയുടെയും ദർശന്റെയും പ്രണയത്തിന്റെ അല്ലെങ്കിൽ അവരുടെ റൊമാൻറ്റിക് പാർട്ട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കഥയിൽ നമ്മൾ ബാക്കി വെച്ച ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ മറന്നുപോയോന്ന് എനിക്കറിയില്ല. അതെന്താന്ന് അറിയാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ കഥ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം. നെഗറ്റീവ് ഇടരുത്, ബാഡ് കമൻസുകളും ഇടരുത്. അങ്ങനെ വരാറില്ല, എന്നാലും നിങ്ങൾ പറഞ്ഞതുപോലെ റൊമാൻറ്റിക് പാർട്ട് വേണമെന്ന് പറഞ്ഞു, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ. നാളെ കാണാം.